ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. നമ്മൾ തറവാട്ടിലേക്കൊന്ന് പോവാട്ടോ. അപ്പോൾ അവിടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സമയം ഏകദേശം ഉച്ച ടൈം തന്നെ ആയിരുന്നു കേട്ടോ. ഇവരെ രാവിലത്തെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കിന് സമയം വൈകിയായിരുന്നു. അപ്പോൾ പിന്നെ 1 മണി ഒക്കെ ആയിരുന്നു അവിടെ എത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ ചെന്ന ഉടനെ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് വീട് മുഴുവനായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത്. എന്താ വെച്ചാൽ ഒരു 30-35 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. അന്ന് ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറിയ വീടായിരുന്നു. പിന്നെ ഈ വീടിനൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഉപ്പ തന്നെയാണ് ഈ വീട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഉപ്പയും പല കൂടെ ഉള്ളവരൊക്കെ കൂടിയിട്ടാണ് ഈ വീട് കുറച്ചായിട്ട് കെട്ടിയുണ്ടാക്കിയതാണ്. ഇപ്പോൾ അത്യാവശ്യം അത്യാവശ്യം വലിപ്പമുള്ള വീടാട്ടോ. അപ്പോൾ ഇത് സിറ്റൗട്ട് കഴിഞ്ഞ ഭാഗം ഒരു പൂമുഖമാണ് കേട്ടോ. ഉമ്മ അവിടെ അരി ഉണക്കിയിട്ടിട്ടുണ്ട്. മഴ വരുന്നത് കണ്ടപ്പോൾ ഉമ്മ എടുത്തുകൊണ്ട് ടേബിളിൽ നിവർത്തി വിരിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പൂമുഖം കഴിഞ്ഞ് വന്നാൽ നല്ല നീളത്തിലുള്ള ഒരു ഹാളാണ്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് 4 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. പിന്നെ ഇതിൽ ഈ ബെഡ്റൂം നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു റൂം, ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. ഇത് ഞങ്ങളുടെ കല്യാണ ടൈമിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് നീളത്തിലും കൂടി ഒരു താഴെയും കൂടി ഉണ്ട്, എന്നിട്ടാണ് കിച്ചൺ. അപ്പോൾ അത്യാവശ്യം ഇപ്പം നല്ല വലുപ്പമുണ്ട് കേട്ടോ. താഴെയും മേലെയായിട്ട് 6 ബെഡ്റൂമാണുള്ളത്. ഇതാണ് കിച്ചണ്. നമ്മൾ പഴയ ഓട് വീടാണെങ്കിലും കിച്ചണൊക്കെ ഇപ്പം തന്നെയാണ് അടിപൊളിയാക്കി ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. അവിടെ 2 ബെഡ്റൂമാട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മണിയറ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടോളൂ. ഇതിന് ഇപ്പോൾ ആരും അങ്ങനെ കിടക്കണില്ല, കാരണം ഇവിടെ ആളില്ല ഇപ്പോൾ അധികം. ഇപ്പോൾ സത്യത്തിൽ ഇവിടെ ഉള്ളത് വലിയ ഇക്കാക്കയും ഇക്കാക്കാൻ്റെ ഭാര്യയും പിന്നെ ഉമ്മയും ഉപ്പയും ഉള്ളൂ. ഇക്കാക്കാക്ക് 2 പെൺകുട്ടികളാട്ടോ. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പോൾ 2 പേരും ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയാണ് ഞാൻ ചെന്നത്. അവർ വിളിച്ചിട്ട് കുറേ ദിവസമായി ഒരുമിച്ച് നിന്നിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഇതിൽ ഈ ഒരു ബെഡ്റൂമും ഉപയോഗിക്കണില്ല, അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് അടുക്കളയുടെ മുറ്റം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ടാണ് നടത്താറുള്ളത്. അപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ കിണർ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഭാഗം നമ്മൾ സ്ലാബ് ഇട്ടിട്ട് നിന്ന് നമുക്ക് കോരിയെടുക്കാനുള്ളൊരു സൗകര്യം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട് 2ാമത്തെ ഇക്കാക്ക. അവരുടെ വീട്ടിലൊന്ന് പോകാം കേട്ടോ. ഇതാണ് അവരുടെ വീട്. അപ്പോൾ അവർക്കും 3 മക്കളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെയും കുറച്ച് സമയം ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ചേരൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഇവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത്. തിരിച്ച് തറവാട്ടിലേക്ക് തന്നെ പോയത്. അടുത്ത് തന്നെയാണ്. തിരിച്ച് വന്നു. അപ്പോൾ ഇത്താത്ത കൽത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചായയൊക്കെ കുടിച്ച് കുറച്ചേരൊക്കെ ഇരുന്ന് ഇപ്പോൾ മഗ്‌രിബൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കള്ളനും പോലീസും കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസം രാവിലെ മുതലുള്ള വീഡിയോ ആണ്. ഇതാണ് വലിയ ഇക്കാക്ക കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക പോയി കഴിഞ്ഞു. ഇപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇന്ന് ഉച്ചക്കേക്ക് താത്താൻ്റെ നല്ല നാടൻ കോഴി ബിരിയാണിയാണ് കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി റൈസ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, മല്ലിയില, പുതിനയില, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, വലിയ ഉള്ളി, നെയ്യ്, പിന്നെ കുരുമുളക്, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തു. അതിലേക്ക് അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് കുറച്ച് കളറ്, റെഡ് കളറ് ഇത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളകും വലിയ ജീരകം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ മസാല തേച്ചെടുത്തു. ഇനി ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടോ. ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ ചോറൊക്കെ വെള്ളം വറ്റി വന്ന് ശരിയായി കിട്ടി. ഇനി നമുക്കിത് ദമ്മിട്ട് വെക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ദമ്മിൽ മേലെയിട്ട് കനലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും തന്നെ കിച്ചണിലുണ്ട് കേട്ടോ. ഓരോ പണിയായിട്ട് അങ്ങനെ 4 പേർ എല്ലാവരും ഉണ്ട്. അപ്പോൾ എടുത്തുള്ള കാക്കാനോടും താത്താനോടും കൂടി ഉച്ചകൾക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഓയിലിലേക്ക് തന്നെയാണ് സവാളയും ചേർത്ത് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഒന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് പുതിനയില, മല്ലിയില, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ. നല്ലതുപോലെ ഒരു 2-3 മിനിറ്റൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാല ക്ലിയർ ആയതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം റൈസും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അത് രണ്ടും കൂടി ലെയറായിട്ട് വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കാൻ കേട്ടോ. ദമ്മിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉച്ചയായി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ടൈമല്ലേ. അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി ഇരുന്നിട്ട് നല്ല ഉഷാറിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ മക്കളുടെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ രണ്ടാമത്തെ കാക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ താഴെ ഒരു പെങ്ങളാണുള്ളത് കേട്ടോ. ഇവർ 3 ആണും ഒരു പെണ്ണുമാണ്. അപ്പോൾ താത്താക്ക് എന്തായാലും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ഒത്തൊരുമിച്ചിട്ടുള്ളൊരു ദിവസം. അതും ഈ കൊറോണയുടെ കാരണം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വരാറുള്ളത് തന്നെയാണ്. അവർ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള നല്ല പൊരിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി. വൈകുന്നേരത്തേക്ക് നമ്മൾ പക്കോടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു.
മഗ്‌രിബിയൊക്കെ ആയപ്പോൾ മക്കൾ അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അപ്പോൾ രാവിലത്തെ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ ആയിട്ട് അവരങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് പോന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വ്ളോഗിലുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക് യു.